നോട്ടെ നോട്ടെ അങ്ങോട്ട് തിരി. പൊളിച്ചൂടാ. നമ്മളെടുക്കാൻ പോണേ, ട്രിപ്പ് എടുക്കാൻ പോണേ? നമ്മൾ പോണത് അകലാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ നമുക്ക് ബോട്ടിങ് അടിപൊളി സൂപ്പറാക്കാം. പെൽസി ബൂട്ടിട്ട് റാസി ഇതാ വണ്ടിയിൽ പാക്ക് ചെയ്യുന്നു. ചോറിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അവനല്ലാതെ മനസ്സിലായി. അതവിടെ ചാട വെയിറ്റിംഗ്. ചോറ് മേത്താവുന്ന റാജിയെ ഈ അകലാപ്പുഴ എന്താ? എന്ത് സ്ഥലാന്ന് ചോദിച്ച് അവിടെ നമ്മളെന്തിനാ അകലാപ്പുഴ ഹൗസ് ബോട്ടിനാ പോണത്. കാപ്പാട് ബീച്ച്. കാപ്പാട് ബീച്ചാണോ അവള് പറയണത്? വർക്കല ബീച്ച് നമ്മള് വർക്കല ബീച്ച് പോയിട്ടില്ലല്ലോ ഇതുവരെ. പറഞ്ഞത് ഞാൻ നമ്മള് മുന്നിൽ ഇതുവരെ ഉണ്ടായിരുന്ന വെള്ളം വണ്ടി ഇപ്പൊ കാണിച്ചത്. ഞാൻ ഈ വണ്ടി ഞാൻ പറഞ്ഞു. കോഴിക്കോട് ആണിത്. എന്താ മീറ്റേഴ്സോ നമ്മളെടുക്കാൻ പോണേ? നമ്മൾ അകലാപ്പുഴ ഇവിടുന്ന് റൈറ്റ് ചെയ്യണോ? ഇവിടുന്ന് ഈ കാണുന്ന റൈറ്റ് എടുക്കണോ? ഇപ്പൊ വേഗം പറയും. അകലാപ്പുഴ എന്തായാലും ട്രാക്കിൽ വരണേ. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മള് യാത്ര പോവാ. പ്രാഗി ഉണ്ടാവും. യൂട്ടേണൊക്കെ എടുക്കാനാണ് ഇപ്പൊ. റൈറ്റ് എന്ന് പറഞ്ഞത് നമ്മള് വഴി അകന്ന് പോത്ര ഇവിടുന്ന് റൈറ്റ് പറഞ്ഞ റൈറ്റ് ഇത് എവിടെടാ രാജ? നമ്മളെ ബോട്ട് വിസിറ്റ് ചെയ്യല്ലേ പോരാ? ഏതാ ബോട്ട്? ഇത് നമ്മുടെ ബോട്ടാ? ഇതൊക്കെ നമ്മളെ ഏരിയ ആണ്. ഈ കാണാനൊക്കെ നമ്മളെ ബോട്ട്. അതാണ് നമ്മളെ ബോട്ട്. തോളണ്ടോ? അതെന്താ അറിയോ? മീൻ പിടിച്ചാൽ ഇത് കൂടെ ചൂണ്ടിടുക. നോട്ടെ ഇങ്ങോട്ട് പോയാ നോട്ടെ. നല്ല ഫ്രഷ് ചളികൾ മീനുകൾ എല്ലാം കിട്ടും. ഇതെന്താ ബ്രെഡ്? ചായ വേണ്ടേ? ആ വേണം. ചായ ഇതാണ്. ഇറങ്ങടാ.
സ്റ്റെപ്പൊക്കെ ഇടറാ, ഒരു സ്റ്റെപ്പൊക്കെ ഇടേ, ഒരു സ്റ്റെപ്പൊക്കെ ഇടേ, ഒരു സ്റ്റെപ്പൊക്കെ ഇടേ. അകലാപ്പുഴ എന്താ പാട്? രസല്ലേ? അഭി എടാ അകലാപ്പുഴയാണ് കാണുന്നത്. എന്താ പാട്? കടല. ഇതാ ഇത് കടല. എന്തിനാ കുട്ടികളെ പറഞ്ഞ് പറ്റിക്കണേ? അകലാപ്പുഴനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ലക്ഷറി 5 സ്റ്റാർ പോലെ. ഈ ലൈറ്റ് കണ്ടിട്ടാ ചൂടാണ് അല്ലേ? അതാരാ തിരിഞ്ഞിരിക്കണത്? ആരാ അതിനെ വിളിച്ച? അതിനെ വിളിച്ച വേണ്ടപ്പെട്ട ഫ്രണ്ട് ഫോട്ടോജനിക്കല്ല, വീഡിയോജനിക്കല്ല. ഞാനും ഫോട്ടോജനിക്കല്ല. ഉപ്പാനെ പെടുന്നില്ല, ഉപ്പാനെ പെടുത്താൻ. ഇതിനടിയിലെന്താ? ഇതിനടിയിലെന്താ? സ്റ്റോറേജ് ഏരിയ അല്ലേ? സ്റ്റോറേജ് ഏരിയ. ബാത്റൂം ബ്ലോഗ് കിട്ടുക കിട്ടൂല. സത്യത്തിന് തിരിക്കുമ്പോ വളയോ? ആ പിന്നെ ജന ജന എന്ത് സിനിമാറ്റിക് ആണത്? പാടണം പാടണം പാട്ട് FG ഓ മുക്കടെ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെ പാടത്ത് പൂവിട്ട പറയും മമ്മി എന്ത് പറ്റി? എന്ത് പറ്റി? എന്തപ്പാ
कर मेरे हाथ रात तले दिलदार चल फिक्र हमारी हमारी आग है दिल जिंदड़ी दे जा നിന്നിലെ വാതിൽ പാടാത്തരത്തേനോരിടും കഴിഞ്ഞില്ല. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ആ എക്സ്പീരിയൻസ് വളരെ ഉഷാറായിരുന്നു. നമ്മുടെ അകലാട് ബീച്ച് എന്ന് പറയുന്നത്, അകലാപ്പുഴ ബീച്ച് എന്ന് ബീച്ചോ? അകലാപ്പുഴ ബോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത് വളരെ ഒരു നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. നാലുപുറം കേരവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഏത് കുട്ടികൾക്കും വന്ന് ഒരു അര ദിവസം എൻജോയ് ചെയ്യാൻ സ്ഥലമാണ്. നമ്മൾ വന്ന നടന്ന് അങ്ങോട്ടാണ് നഷ്ടം.
ഇതപ്പത് പത്തണം ഇതിലെന്താ ചോറിലും ഇതില് ചിക്കൻ മട്ടൻ കൂട്ടാൻ ബീഫ് ബിരിയാണി നല്ല പീസ് ആയിക്കോട്ടെ. ഈ സ്പൂണാ നീ പറഞ്ഞേ? ഇത് തൈരിന്. പിന്നെ ചോറിന് ഇതാ എന്തൊരു ചൂടാന്നറിയോ? രസമുണ്ടോ? എരിവാ? ഇതെന്താ അത് വേറെ എന്താണല്ലോ? ഇത് ഉമ്മാന്റെ ചിക്കൻ ബിരിയാണി പ്ലസ് മുട്ടയുണ്ടല്ലോ. ഇത് ഹബിയാൻഡിന്റെ പൊളിയാണ്. ഇത് ഫുള്ളതാണ് ആട്ടല. ഒരു ദിവസമൊക്കെ രാത്രി ഫുള്ളാക്കിയിടണ്ടേ ഫോണ്. ഇതെവിടെ സ്ഥലം? ഇത് പൂക്കോട്ടൂർ പാടം. പോടാ. ഇതെവിടെ സ്ഥലം? ക്രാഫ്റ്റ് ലാൻഡോ? വില്ലേജ് അല്ലേ? യേശുവിനെ കുറിച്ചെത്തിയ ഗായ്സ്, ആനന്റെ മേത്ത് ബാൻഡേജ് ഇട്ടിരിക്കാണ്. ഇത് കുറച്ച് ഭൂമിയിൽ നോക്കിയാൽ ശരിക്കുള്ള വീട് പോലെ ഉണ്ട് അല്ലേ? എടാ ശരിക്കുള്ള ആളല്ലേ? ഇത് കയ്യ് കണ്ടപ്പോ പെട്ടെന്ന് ശരിക്കുള്ള ആളല്ലേ? എത്ര പിള്ള ഉണ്ടടാ കടല്ലേ? ഉണ്ടേ ഞാൻ തുടങ്ങി. അതായത് വീഡിയോ നോക്കുമ്പോ കറക്റ്റ് ഇതാ വീഡിയോ നോക്കും. ഈ ചെടിന്റെ പേരെന്തറിയാം? വാട്ടർ ഹയാസിന്ത്, അഥവാ മലയാളത്തിൽ എന്താ വയ്ക്കുക? കുളവാഴ. ഇതാണ് ഇവിടെ വാങ്ങാൻ കിട്ടുന്ന സാധനമൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത്. ഒന്നും ഇമ്പോർട്ടഡ് അല്ല, ഒക്കെ ഇവിടുന്ന് ഈ സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കുക. ആ നേരത്തെ ആ ഗ്യാസും കുറ്റി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടോ? ഇവിടെ ആൾക്കാർക്ക് ഫുഡ് കിട്ടുന്നില്ല, അതിൻ്റെ ഇടക്കാൻ കത്തിച്ചിട്ട് പൈപ്പ് വെൻ്റ് ചെയ്യുന്നു. വന്നല്ലേ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ കണ്ടിട്ട് പോകാൻ. ഇവിടെ മിനിഗോ എന്തോ മിനിഗോ പിന്നെ അവിടെ എന്താ ആ മറ്റേ വെള്ളമാണല്ലോ. താങ്കളെ ഇഷ്ടമായോ ക്രിസ്റ്റ മറ്റേ വില്ലേജ് ക്രാഫ്റ്റ്? ദാഹം നാണായിരിക്കടാ അവിടെ. എങ്ങനെയുണ്ട് ക്രാഫ്റ്റ് വില്ലേജ്?
ക്രാഫ്റ്റ് വില്ലേജിൽ നമുക്ക് പോവാൻ നമ്മൾ നേരെ മിനി ഗോവയ്ക്ക്. അഹമ്മദ് ജാക്കിന്റെ പേജിട്ടാ. അഹമ്മദ് ജാക്കിന്റെ ഹലോ ഡയറി, ഹലോ ഡയറി, അഹമ്മദ് ജാക്കി. ജാക്കിന്റെ ഡയറി. Hello Dad. Brother, one small bro. Ahmad Zaki. I have 2 brothers. One small bro. One small bro and one big. ഇതിപ്പോ എവിടെ സ്ഥലം? Mini Goa. നിവം പറഞ്ഞോ? ഏയ് പണങ്ങല്ലേ? നമ്മള് മിനി ഗോവ എത്തിട്ടാ. കടൽ. ഇതാണ് ഡൈനാമിക് ഡുവോ. ഏമാ ഇത് നല്ല ഫ്രെയിം അല്ലേ? കണ്ടൽക്കാട് വഴി ഏയ് ഞണ്ടോ എവിടെ? എടാ അവന്റെ കാല് ഞണ്ടാണ് നോക്ക്. ഏത് കുഞ്ഞാപ്പി ഞണ്ട്? ഞണ്ടാണത്. ഞണ്ടങ്ങനെ ആവണോ? ഞണ്ടാ ഇങ്ങോട്ട് വാ. കുഞ്ഞാപ്പി ഉണ്ട്. ഞണ്ടാണത്. ഉറുമ്പാണ്. ഞണ്ടാണതൊക്കെ. ഞാൻ മോനെ കിടില അല്ല രസനയുടെ ഫ്രെയിം രസമുണ്ട്. പിടിക്ക് പിടിക്ക്. ഞാനോ ആ അവന് വേറെ ആൾക്കാർ കണ്ടാ മതി അല്ലേ? കുട്ടിയല്ലടാ. ചതിച്ചല്ലോ. ഇതെന്തത്? തമിഴ് സിനിമയിലെ സൂര്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൂര്യൻ. ഇനി നിങ്ങൾ വിജയിനെ കണ്ടിട്ടുണ്ടോ? തലപതി തലപതി വിജയ്. ആ കാര്യം കണ്ടൽക്കാട്ടേക്കാ പോണേട്ടാ. കണ്ടൽക്കാട്ടിന് ഇംഗ്ലീഷ് എന്താ പറയാ? മാംഗ്രൂവ്. മാംഗ്രൂവ് ഫോറസ്റ്റ്. എന്താണ് ആ കുട്ടിനെ പറ്റിച്ചുകൊണ്ടുപോകണേ? ബീച്ച് കൊണ്ടുപോകും. ഇതുണ്ടാവുമായിരുന്നു. കണ്ടൽക്കാട്. കണ്ടൽക്കാട്. എടാ സ്ലിപ്പ വേണ്ടട്ടാ. ഇതാണ് ഈ ഉദ്ദേശിച്ച വെള്ളപ്പുഴിയോ? എടാ അപ്പൊ നമ്മളേ മിനി ഗോവ കണ്ടു. ഗോവയ്ക്കൊന്നും പോകണ്ട, ഇവിടെ വന്നാൽ മതി. മിനി ഗോവയ്ക്ക് അല്ല ഗോവയ്ക്ക് പോകണ്ട, മിനി ഗോവയ്ക്ക് വന്നാൽ മതി. ഒരാൾ ഗോവന്റെ എക്സ്പീരിയൻസ് മിനി ഗോവ എക്സ്പീരിയൻസ് പൊളി സാധനം. ഒരു കൺക്ലൂഡ് ചെയ്താ ഒന്ന് കൺക്ലൂഡ് ചെയ്താ. ഇവിടെ വെച്ച് എല്ലാ നമ്മുടെ പരിപാടികളൊക്കെ നിർത്തി. ഇനി ബാക്കി നാളെ ഉച്ചക്ക് 4 മണിക്ക് നമ്മള് വീട്ടിക്ക് ബൈക്ക് നമ്മള് വീട്ടിക്ക് പോവാണ്. നമ്മള് മിനി ഗോവം ക്രാഫ്റ്റ് വില്ലേജ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ശരി, അസ്സലാമു അലൈക്കും. അപ്പൊ ശരി, അസ്സലാമു അലൈക്കും. അങ്ങനെ ട്രിപ്പൊക്കെ എന്താ എന്റെ കാല് പണിയിട്ടില്ല. എന്തായി? പ്രശ്നമായി. മണ്ണറിയാ? അല്ലല്ല അവിടെ ഒടിഞ്ഞിക്കല്ലേ.
എന്നാ ശരി കേട്ടാ. അപ്പൊ ശരി, ഞാൻ അങ്ങോട്ട്. All the best.